ശ്രീ രാജു പി നായർ, ഇപ്പോൾ കേന്ദ്രവുമായി സഹകരണത്തിൽ പോവുക എന്നുള്ളത് ഏത് സർക്കാരിനും മുന്നോട്ട് പോകാൻ വേണ്ട കാര്യമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും നയപരമായ കാര്യങ്ങളിൽ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നല്ല നിലപാട് ഈ ഘട്ടത്തിൽ എടുത്തു. സംസ്ഥാന സർക്കാർ മാത്രം എടുത്ത നിലപാടെന്ന് കൂടി എടുത്തു പറയേണ്ടി വരും. പക്ഷേ അതിനൊരു തിരിച്ചുള്ള നടപടി ഉണ്ടാകില്ല എന്ന് കരുതാൻ കഴിയുമോ? പൊതുവേ കേന്ദ്രത്തിന്റെ സമീപം ആ രൂപത്തിലാണ്. അപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ ഇപ്പോൾ കേന്ദ്ര ഫണ്ട് അടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുഭവപ്പെട്ട വിഷയങ്ങളുണ്ട്. സ്മൃതി, ഞാൻ അതിലേക്ക് എത്താൻ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട എനിക്ക് സ്മൃതിയോടൊക്കെ ഒരു അഭ്യർത്ഥന, ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ CPM പ്രതിനിധിയോട് വിഴിഞ്ഞമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണോ അങ്ങ് വിളിച്ചതെന്ന് സംശയമുണ്ട്. കാരണം അങ്ങനെ അദ്ദേഹം ഇപ്പൊ അത് അറിഞ്ഞുകൊണ്ടല്ല വന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും രൂപീകരിച്ചിട്ടില്ലാത്ത ഓൾ കേരള ഡിബേറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഞാൻ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം അരുൺകുമാറിനെ പോലെ ഞങ്ങൾ കണ്ടമാനം കുറെ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ പിണറായി വിജയന് അതിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ, അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിക്കാതെ വരാവുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ജാള്യതയാണ് ഇവരുടെ പ്രശ്നം. ഇത് കേരളം രക്ഷപ്പെടുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്നത് സഹിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥയാണ്. പിണറായി വിജയൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ്. അവിടെ മേയർ ശ്രീ അദ്ദേഹത്തിന്റെ പേര് ശ്രീ രാജേഷും അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഓണാഘോഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിന് ഇത്രമാത്രം വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ഇവരെത്താഞ്ഞത് എന്താണെന്ന് CPM പ്രതിനിധിക്ക് പോലും പറയാൻ കഴിയുന്നില്ലെങ്കിൽ പരിതാപകരമാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വിഴിഞ്ഞം, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, വിഴിഞ്ഞം പദ്ധതി ഈ നിലയിലെത്തിയതിന് സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാരിന് എന്താണ് റോള്? അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിനകത്ത് മുഴുവൻ പാരിസ്ഥിതിക അനുമതിയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് അതിന് കരാർ ഒപ്പിട്ട് കല്ലിട്ടെന്നുള്ള, ഇനിയിപ്പോ പോട്ടെ, കല്ലിട്ടതിനെ കുറിച്ച് ഇവർ പറയാനുള്ളൂ. ഇതെല്ലാം എല്ലാം കഴിഞ്ഞ് തുടങ്ങിയതാണ് ഇല്ലേ? അദാനിയെ പോലൊരു കമ്പനിക്ക് അത് എത്രയും പെട്ടെന്ന് തീർത്താൽ മാത്രമാണ് അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. അവർ അതിൻ്റെതായ വേഗതയിൽ പണിതീർത്തുപോയി. എന്താണ് സംസ്ഥാന സർക്കാരിന് അവിടെ റോള്? ഒരു റോളും ഇല്ല. അവിടെ അവർ പണി തീർത്തു പോകുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ റോൾ എവിടെയായിരുന്നു? സംസ്ഥാന സർക്കാരിന്റെ റോള് അതിനു പുറത്തുള്ള നമ്മുടെ ഇതിന്റെ കൺസെഷൻ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടാക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 1600 കോടി റിംഗ് റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് അത് കൊടുത്തില്ല. 1 സെന്റ് സ്ഥലം പോലും 10 വർഷമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറത്തേക്ക് ഒരു കണ്ടെയ്നർ കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി 1 സെന്റ് സ്ഥലം പോലും ഇവർ എടുത്തു കൊടുത്തില്ല. അതിനുള്ള പണവും കൊടുത്തില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 3200 കോടി രൂപ കൊടുക്കുന്നത്. 1600 കോടി തീരേണ്ടത് 3200 കോടി കൊടുത്തു ഇല്ലേ? ഇതല്ലേ ഇവരുടെ പരാജയം? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഒളിച്ചുകളി. ഇതല്ലേ പരാജയമല്ലേ ഇവരുടെ? ഈ വിഴിഞ്ഞത്ത് സമരം ചെയ്തതിനാ? വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമ്പോൾ തീരശോഷണം ഉണ്ടാവും എന്നുള്ളതും അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ അവർക്ക് ആഘാതം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 409 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ആ പാക്കേജ് പോലും കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയില്ല. എന്നിട്ട് എന്താ, വർഷങ്ങളോളമായിട്ട് അവിടുത്തെ പാവപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, ജീവനോപാധി നഷ്ടപ്പെട്ടവർ സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നു. അങ്ങനെ സിമന്റ് ഗോഡൌണിൽ കിടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കഴിയില്ല, സംസ്ഥാന സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച 450 കോടി പാക്കേജ് നടപ്പാക്കണം. ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ വിഴിഞ്ഞത്തിനെതിരെയാണോ സമരം ചെയ്തത്? അല്ലല്ലോ. 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് നടന്നതല്ലാതെ ഇവർ വിഴിഞ്ഞത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇരിക്കുന്ന ഇൻകംബന്റ് സർക്കാരിന്റെ സമയത്ത് നടക്കുന്നതിന് അവരാഘോഷിച്ചോട്ടെ. സർക്കാർ ഒന്നും ചെയ്യാതെ അദാനി മുന്നോട്ട് പോകുന്നു എന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു VD സതീശന് ഒരു മിഷനുണ്ട്, ഒരു വിഷനുണ്ട് എന്ന് പറയുന്നു. മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ശരി, പക്ഷെ അത് മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുമ്പോൾ സർക്കാരിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാതെ അദാനി ഒറ്റയ്ക്കൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന രൂപത്തിൽ വ്യത്യസ്തനാവുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഈ കര കടലെടുക്കുന്നു എന്നുള്ള പ്രതിഭാസം ഇടത് സർക്കാരിന്റെ കാലത്തായാലും UDF സർക്കാരിന്റെ കാലത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയുമുണ്ട്. അതിലെന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ വികസനത്തിനൊപ്പം. സ്മൃതി, അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 450 കോടിയുടെ പാക്കേജ് വെച്ചത് ഇല്ലേ? മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. ആ 450 കോടി പാക്കേജ് നടപ്പാക്കിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവരിരുന്നാ എന്തെങ്കിലും നടക്കുമോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ആ വിഴിഞ്ഞം പോർട്ടിന്റെ പുറത്തേക്ക് ഹൈവേ നിർമ്മിക്കാനോ റെയിൽ ഇതിനു വേണ്ടിയിട്ടോ എന്തെങ്കിലും നടപടി എടുത്തോ? 1 സെന്റ് സ്ഥലം ഏറ്റെടുത്തോ?
ഇല്ലാന്നല്ലേ തെളിവ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ പരാജയത്തിന്റെ കഥയാണ് വിഴിഞ്ഞം. അതിൽ ജാള്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് നോക്കൂ, സംസ്ഥാനം വലിയ രീതിയിലുള്ള കുതിപ്പിലേക്ക് പോവുകയാണ്. കേരളത്തെ കടൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മേജർ തുറമുഖങ്ങളും അതുപോലെ തന്നെ മൈനർ തുറമുഖങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചരക്ക് നീക്കത്തിനും അതുപോലെ തന്നെ ക്രൂയിസ് ടൂറിസത്തിനും വേണ്ടിയിട്ടുള്ള വലിയ മുൻതൂക്കം. അതാണ് മിഷൻ സമുദ്ര ഇന്ന് പ്രഖ്യാപിച്ചത്. അഭിമാനകരമായി പോകുന്ന കേരളത്തെ മാറ്റാൻ പോകുന്ന ഒരു തുറമുഖ നഗരമായി മാറ്റാൻ പോകുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതി ജനങ്ങളുടെ ഇവിടുത്തെ അവസരങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ 5000 കോടി ഷിപ്പ്യാർഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, 2000 തൊഴിൽ ഉണ്ടാവുന്നു. ഈ ഇതിനോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ ഉൾപ്പെടെ ഉള്ള ലോജിസ്റ്റിക്സ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കൂ, അക്കാഡമീസ് നോക്കൂ. ഇത്രമാത്രം കേരളത്തെ മാറ്റാൻ പോകുന്ന ഒരു പദ്ധതിക്ക് ഈ പ്രതിപക്ഷത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ മാറി നിൽക്കണം. അത് ഈ പറയുന്നത് ഒന്നുമല്ല. ഞാൻ വ്യക്തമായിട്ട് എന്റെ കൺമുന്നിൽ കണ്ടതാണ്. ശ്രീ പിണറായി വിജയനും ശ്രീ വി രാജേഷിനെയും ഇന്ന് നിയമസഭാ മന്ദിരത്തിൽ ഞാൻ കണ്ടതാണ്. 15 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന വിഴിഞ്ഞത്തേക്ക് വരാത്തതിൽ രാഷ്ട്രീയം മാത്രമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.